യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദങ്ങളുമായി ഗ്രൂപ്പുകളും നേതാക്കളും. ബിനു ചുള്ളിയിൽ, കെ.എം. അഭിജിത്ത്, അബിൻ വർക്കി എന്നിവർക്ക് വേണ്ടിയാണ് ചേരിതിരിഞ്ഞുള്ള നീക്കങ്ങൾ. ബിനു ചുള്ളിയിലിനായി കെ.സി. പക്ഷവും അബിൻ വർക്കിക്കായി രമേശ് ചെന്നിത്തലയും കെ.എം. അഭിജിത്തിനായി എം.കെ. രാഘവനും എ ഗ്രൂപ്പിലെ ഒരു വിഭാഗവുമാണ് രംഗത്തുള്ളത്. കെ.ആർ. സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, നിലവിലിപ്പോൾ 3 ആളുകളുടെ പേരുകളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. മറ്റാരെങ്കിലുമൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ടോ? ഈ ഗ്രൂപ്പുകൾക്കുള്ളിലെ നീക്കങ്ങൾ എങ്ങനെയാണ്? അമൃത, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടം പടിയിറങ്ങിയതിനു പിന്നാലെ തന്നെ കരുനീക്കങ്ങൾ വളരെ ശക്തമാണ്. മുതിർന്ന നേതാക്കൾ തന്നെ തങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നവരെ ആ പോസ്റ്റിലേക്ക് അവരോധിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആ പട്ടികയിലേക്ക് പരിഗണിക്കപ്പെടുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി കൂടിയായ ബിനു ചുള്ളിയിലാണ്. കെ.സി. പക്ഷത്തിന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. ഒപ്പം സാമുദായിക സമവാക്യങ്ങളും അനുകൂലമാണ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം മാറ്റി നിർത്തിയാൽ ഇപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനവും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെയും KSUവിന്റെയും അധ്യക്ഷ സ്ഥാനം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവർക്കാണ്. അതിനാൽ തന്നെ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള ആളെ പരിഗണിക്കേണ്ടി വരും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എന്നത് വ്യക്തമാണ്. അവിടേക്കാണ് ബിനു ചുള്ളിയലിന്റെ പേര് ഇപ്പോൾ KC പക്ഷത്തു നിന്നും മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. അദ്ദേഹം നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം മത്സര രംഗത്തു നിന്ന് മാറി നിന്ന ആളാണ്. അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റൊരു പേര് കെ.എം. അഭിജിത്തിന്റേതാണ്. പക്ഷേ കെ.എം. അഭിജിത്തിന് പഴയ എ ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിന്റെയും എം.കെ. രാഘവന്റെയും പിന്തുണ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മറ്റൊരു പേര് അബിൻ വർക്കിയുടേതാണ്. അബിൻ വർക്കിക്കായി രമേശ് ചെന്നിത്തലയാണ് കളത്തിലുള്ളത്. പക്ഷേ സാമുദായിക സമവാക്യങ്ങൾ അബിൻ വർക്കിക്കെതിരാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തി 1,62,000 വോട്ടുകൾ നേടി എന്നത് അബിൻ വർക്കിക്ക് ഒരു അനുകൂല ഘടകമാണെങ്കിലും ഈ സാമുദായിക സമവാക്യങ്ങളിൽ തട്ടി അത് പുറത്തേക്ക് പോകും. ഒപ്പം തന്നെ ഉപാധ്യക്ഷന്മാരിൽ O.K. ജനീഷ് കൂടി ഈ പദവിക്കായി നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ ഉപാധ്യക്ഷന്മാർക്കിടയിൽ തർക്കം വരുമ്പോഴും ആ ഉപാധ്യക്ഷന്മാരെ പരിഗണിക്കുന്നതിൽ നിന്നും പൂർണ്ണമായി മാറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴും ചർച്ചകൾ ബിനു ചുള്ളിയിലേക്കും കെ.എം. അഭിജിത്തിലേക്കും കേന്ദ്രീകരിക്കപ്പെടും. അവിടെ ബിനു ചുള്ളിയിലിന് ഒരു മുൻതൂക്കം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടപ്പെടുന്നത്. പക്ഷേ നേതാക്കൾ എല്ലാവരും സമ്മർദ്ദവുമായി രംഗത്തെത്തുമ്പോൾ എന്ത് ആയിരിക്കും ദേശീയ നേതൃത്വം എടുക്കുന്ന നിലപാട് എന്നത് വളരെ പ്രധാനപ്പെട്ടതും ആയിരിക്കും. അമൃത, കെ.ആർ. സാജു ആണ് വിവരങ്ങൾ നൽകിയത്.